ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കനൊക്കെ രാവിലെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് എടുക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. ആ മസാലയും ചിക്കനും റൈസും ഒക്കെ വെന്ത് കുഴഞ്ഞ് മിക്സായിട്ടാണ് നമുക്ക് ആ റൈസൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി പോട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നാലും പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയും നെയ്യും കൂടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു 2 ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ടൊമാറ്റോ നല്ല സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാല റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഗ്രീൻ ചില്ലി ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തത്, കട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ആ മസാലയൊക്കെ കുറച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാല നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പുലാവിന് വേണ്ടിയുള്ള റൈസ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീര റൈസാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ പുലാവിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ചോറൊക്കെ നല്ല മിക്സായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
നമ്മുടെ ചിക്കൻ പുലാവ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.